ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇന്ന് പുലർച്ചെ മുതൽ കുറഞ്ഞത് 18 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ആകെ മരണം 19 ഉയർന്നു. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. അറേബ്യൻ കടലിൽ യുഎസ്എസ് എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിന് നേരെ നീങ്ങിയ ഇറാനിയൻ ഡ്രോണിനെ യുഎസ് യുദ്ധവിമാനം വെടിവെച്ചിട്ടു. ഇറാൻ ആണവ കരാർ പുനരാരംഭിക്കുന്നതിനായി ഫെബ്രുവരി 6-ന് ഒമാനിൽ വെച്ച് യുഎസുമായി ചർച്ചകൾ നടത്താൻ സാധ്യതയുണ്ട്. ഗസയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള റഫ അതിർത്തി ഭാഗികമായി തുറന്നു. രോഗികളെ മാറ്റുന്നതിനും മറ്റും പരിമിതമായ അനുമതി നൽകിയിട്ടുണ്ട്. യുക്രൈനിലെ ഊർജ്ജ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ വീണ്ടും വൻതോതിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. യുഎസ് റഷ്യ യുക്രൈൻ പ്രതിനിധികൾ അബുദാബിയിൽ രണ്ടാംഘട്ട സമാധാന ചർച്ചകൾക്കായി ഒത്തുകൂടി. മുൻ ലിബിയൻ ഭരണാധികാരി മുഅമ്മർ ഗദ്ദാഫിയുടെ മകൻ സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫി പടിഞ്ഞാറൻ ലിബിയയിൽ വെടിയേറ്റു മരിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് ജോൺ സ്റ്റീൻ ഹുയിസൺ ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന പാർട്ടി നേതൃസ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ 2027 മുതൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഹിഡൻ ഡോർ ഹാൻഡിലുകൾ ചൈന നിരോധിക്കും. അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട പുതിയ രേഖകൾ പ്രകാരം നോർവേയിലെ കിരീടാവകാശി പ്രിൻസസ് മെറ്റെ മാരിറ്റ് ജെഫ്രി എപ്സ്റ്റീനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി വെളിപ്പെട്ടിരിക്കുന്നു. മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു. യൂനം ഖേ ചന്ദ് സിംഗ് പുതിയ മുഖ്യമന്ത്രിയായി ഇന്ന് വൈകുന്നേരം 6 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. ഉപഭോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ വാട്സാപ്പ് ഇന്ത്യ വിടണമെന്ന് സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചു. മ്യാൻമറിൽ ഉണ്ടായ 6.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് കൊൽക്കത്തയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു. ഫെബ്രുവരി 7-ന് ആരംഭിക്കുന്ന T20 ലോകകപ്പിന്റെ ട്രോഫി പര്യടനം ചണ്ഡീഗഡിലെത്തി. ടൂർണമെന്റിൽ ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എയിംസ് അനുവദിക്കാത്തതിലും മറ്റ് അവഗണനകളിലും പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ഇന്നും നിയമസഭ ബഹിഷ്കരിച്ചു. സ്വകാര്യ ബസുകൾക്ക് അനുകൂലമായി കെഎസ്ആർടിസിയുടെ റൂട്ടുകൾ വിട്ടുനൽകണമെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിലപാട് മുഖ്യമന്ത്രി സഭയിൽ തള്ളി. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളായവർ എത്ര ഉന്നതരായാലും രക്ഷപ്പെടില്ലെന്ന് കേരള ഹൈക്കോടതി നിരീക്ഷിച്ചു. വിദേശത്ത് നിന്ന് പാർസൽ വഴി കടത്താൻ ശ്രമിച്ച 5 കോടി രൂപയുടെ സിന്തറ്റിക് ഡ്രഗ്സ് എക്സൈസ് പിടികൂടി. പ്രവാസികളെ പിഴിഞ്ഞുള്ള വിമാന കമ്പനികളുടെ അമിത നിരക്ക് വർധനവിനെതിരെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കത്തയക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മറ്റു ജില്ലകളിൽ കടുത്ത ചൂട് തുടരും.